നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് 4 വർഷമായി പീഡനം നടത്തിയിട്ട് നിങ്ങൾക്കോ എനിക്കോ അത് പുറത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ്. TCSന്റെ ഓഫീസ് ഒരു തീവ്രവാദ സംഘടനയുടെ ഓഫീസായി മാറി എന്നല്ലേ എൻ്റെ അർത്ഥം. കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കൾ പറയുകയാണ് ഇതൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഒരു മതവിഭാഗത്തിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രത്യേക ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് കുറ്റം പറയാനാണ് പല കോൺഗ്രസ് നേതാക്കളും അവിടെ ശ്രമിച്ചതെന്നുള്ളതാണ്. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് വരുമ്പോൾ അവിടെ പറയുന്ന പോലെയാണ്. നോർത്ത് ഇന്ത്യയിൽ പറയില്ലേ, ഒരു പ്രത്യേക വിഭാഗത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പിന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ലോഗൻ പോലെ ഇവിടെ വേറൊരു സ്ലോഗനാണ്. നാട് മുഴുവൻ ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം നമുക്കറിയാൻ നോക്കില്ല. അതെ, നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടർ ഭീകരവാദിയാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമാണ് നാസിക്കിലെ TCSൽ നടന്നത്. ലൈംഗിക ചൂഷണം, മതം മാറ്റ ശ്രമം, ഇതൊക്കെ കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരുന്നു. നിരന്തരമായി പരാതിപ്പെട്ടുവെങ്കിലും ടീം ലീഡർമാരും HR വിഭാഗവും പരാതികൾ പൂഴ്ത്തിവെച്ചു. സംഭവം വിവാദമായതോടുകൂടി അന്വേഷണം നടത്തുകയും 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. NIAയും അന്വേഷണം നടത്തുകയാണ്. വിദേശ ഭീകര ബന്ധമാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത്രയും നാൾ പുറം ലോകം അറിയാതെ നിന്ന ഒരു സംഭവം ഇത്രയും വലിയ രീതിയിൽ വാർത്തയാവുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ഈ വാർത്ത പൂഴ്ത്തിവെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പരിശോധിക്കാം നമുക്ക് TCS സംഭവത്തിൻ്റെ വിവിധ വശങ്ങൾ. അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക്. TCS പോലെ ഒരു ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഫേം, വളരെയേറെ വിഖ്യാതമായിട്ടുള്ള ഒരു പേര് ടാറ്റ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ വികാരമാണ് ടാറ്റ. അവിടെയാണ് ഇത്തരത്തിലുള്ള വളരെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം നടന്നത്, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നത്. 4 വർഷമായി ലൈംഗിക ചൂഷണം, അതിനോടൊപ്പം തന്നെ മതം മാറ്റ ശ്രമം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നടന്നിരിക്കുകയാണ്. ഒരു ആസൂത്രിതമായ ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. HR അസിസ്റ്റൻറ്റ് മാനേജർ നിദ ഖാൻ അവരിപ്പോൾ ഒളിവിലുമാണ്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു അന്താരാഷ്ട്ര ഭീകര ബന്ധത്തിൻ്റെ മറവിൽ ആണോ ഈ സംഭവം അരങ്ങേറിയത്? എന്തായിരിക്കാം അവരുടെ ലക്ഷ്യം? ഈ സംഭവം ഇന്ത്യയിൽ എങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ? ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞ് ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് കുറച്ച് നാളായിട്ട് നമ്മൾ അറിയുന്നതാണ്. നമ്മുടെ IBയും ഇൻ്റലിജൻസ് വിഭാഗവും NIAയും ഒക്കെ ഇത് പലതവണ വെളിപ്പെടുത്തിയതാണ്. നമ്മൾ ഡൽഹിയിൽ കണ്ടു, അതെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ തന്നെ വളത്തിനെ വേറൊരു വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ബോംബാക്കി 36 സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുന്ന അവസ്ഥ. ഒരു മുംബൈ കലാപം ഒന്നാണ് നടന്നെങ്കിൽ 36 സ്ഥലങ്ങളിൽ ഒന്നിച്ച് നടത്തുന്ന അവസ്ഥ. അത് സൃഷ്ടിച്ചത് ഒരു വൈറ്റ് കോളർ ടെററിസമാണ്. അതെ, ഇതേപോലത്തെ ഒരു വൈറ്റ് കോളർ ടെററിസമാണ് TCS എന്നാണ്. TCS എന്ന് പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം TCS എന്ന് പറയുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യൻറ്റ് സർവീസ്. അവർ ഇപ്പം ഞാനൊക്കെ സർവീസിലിരിക്കുന്ന കാലത്ത് ഒരു ഫേമിലേക്ക് നമ്മൾ അവരെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് പിന്നെ നമ്മളൊന്നും ഇടപെടരുത്. കാരണം അവരതിൻ്റെ കറക്റ്റ് കാര്യം പറയും. അവിടെ നടക്കുന്ന പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണ്, ഈ സ്ഥാപനം എങ്ങനെ രക്ഷപ്പെടണം, അതിനെന്ത് ചെയ്യണം എന്ന് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്ന സ്ഥാപനമാണ് TCS. ആ TCS പോലെ അത്യുന്നതമായൊരു സ്ഥാപനത്തിലെ വൈറ്റ് കോളർ ടെററിസമാണ് വേറൊരു വിധത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ലവ് ജിഹാദ് എന്ന് പറയാവുന്നതിനേക്കാൾ അപ്പുറത്തെ ഇതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, TCS പോലൊരു സ്ഥാപനത്തിൽ ഏതാണ്ട് ഗബ്ബർ സിംഗിൻ്റെ കൊള്ളസംഘത്തിൽ നടക്കുന്നത് പോലത്തെ ഒരു അതിക്രമം നടന്നിട്ട് 4 വർഷമായിട്ട് പുറം ലോകം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര ഗൂഢമായിട്ടാണ് ആ പദ്ധതി നടക്കുന്നതെന്ന് നോക്കണം. ഗൂഢമായിട്ടും ആസൂത്രിതമായിട്ടൊക്കെയാണ് ആസൂത്രിതമായിട്ടും അതിൻ്റെ അവിടുത്തെ HR ഹെഡ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിദാ ഖാൻ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ TCSന്റെ HR ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സർ, ഇത് അവരിതിന് നേതൃത്വം കൊടുക്കുന്നു പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഒരു ചോദ്യം, ഇത് ഒരു ഇന്ത്യയെ ആകെ ബാധിച്ച ഒരു
ടെറർ ശൃംഖലയുടെ ഭാഗമാണിത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. സംശയിക്കരുത്, അത് വിശ്വസിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ കാരണം സാർ ആദ്യം സൂചിപ്പിച്ച വൈറ്റ് കോളർ ടെററിസം എന്ന് നമ്മൾ ആദ്യം വിശേഷിപ്പിച്ച ആ ഒരു സംഭവം, ചാർമിനാറിനടുത്ത് നടന്ന സ്ഫോടനം, ആ സ്ഫോടനം നടത്തിയ ഡോക്ടറുമായി ഈ പ്രതികളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സംശയിക്കപ്പെടുന്നവരിൽ ഒരാൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഇന്ത്യ മുഴുവൻ അത്തരത്തിലൊരു വൈറ്റ് കോളർ നെറ്റ്വർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. അത് NIA ഇപ്പം അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാശ്മീർ മുതൽ കേരളം വരെയും ഇതിൻ്റെ ശൃംഖലകളുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇത് കൂടുതൽ വെളിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വരെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ IB, അതെ, NIA, CBI ഒക്കെ ഇതിനകത്ത് വളരെ വിപുലമായിട്ട് അന്വേഷിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ മലേഷ്യയിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധ മതപ്രഭാഷകൻ സാക്കിർ നായിക്കുമായി ബന്ധമുണ്ട് ഇവർക്ക് എന്നും സംശയിക്കുന്നുണ്ട്. അതെ, ഈ വേരുകൾ ഓരോന്നും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ പലതും ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഛിദ്രശക്തികൾ അന്താരാഷ്ട്ര തലത്തിലിരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് വലിയ തോതിൽ വിദേശ പണം ഇന്ത്യയിലേക്ക് അയക്കുന്നു. അതെ, ഇവിടെയാണ് FCRA ആക്ടിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നഖശിഖാന്തം എതിർത്തു. പള്ളി പിടിച്ചെടുക്കാനാണ്, കുരിച്ചടി പിടിച്ചെടുക്കാനാണ് ഈ FCRA എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് 4 വോട്ടിന് വേണ്ടി ഇവിടെ ചിലർ കളിച്ചു. അതിനെതിരെ പറഞ്ഞ PC ജോർജിനും ഷോൺ ജോർജിനും കിട്ടിയ തെറിക്ക് കണക്കില്ല. പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞതിന്. ആ വിധത്തിൽ കവർ ചെയ്യുന്ന, ഇപ്പം നോർത്ത് ഇന്ത്യയിലും അതാണ് പറയുന്നത്. ഇപ്പം ഇത് ലവ് ജിഹാദെ അല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമ്മുടെ ഇവിടെ പറയുന്നത് പോലെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 36 തരത്തിൽ സ്ഫോടനം നടത്താൻ പോയ വൈറ്റ് കോളർ ടെററിസം 4 വർഷമായി ഒരു സ്ഥാപനത്തിനകത്ത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് 4 വർഷമായി പീഡനം നടത്തിയിട്ട് നിങ്ങൾക്കോ എനിക്കോ അത് പുറത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ്. TCSന്റെ ഓഫീസ് ഒരു തീവ്രവാദ സംഘടനയുടെ ഓഫീസായി മാറിയെന്നല്ലേ എൻ്റെ അർത്ഥം. അവിടെ ഈ 8 പേരല്ലല്ലോ ഉള്ളത്. ഈ ഒരു സംഘം മാത്രമല്ല, വേറെ കുറേ പേരില്ലേ? അവർക്ക് എന്തുകൊണ്ട് ഇത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല? യു പോയിന്റ് ഔട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. അവിടെയാണ് പ്രധാനം. നമ്മളൊരു 100 പേര് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ 500 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, എനിക്ക് എൻ്റെ എണ്ണം അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 500 പേര് ജോലി ചെയ്യുന്ന TCSന്റെ ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറുടെ HR മാനേജറുടെ കീഴിൽ അവരുടെ സപ്പോർട്ടോടു കൂടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വാ പൊളിക്കാൻ കഴിയുന്നില്ല? അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗബ്ബർ സിംഗിൻ്റെ ഒരു ഗൂഢസംഘമായി ആ ഓഫീസിനെ മാറ്റി. ഇത് തന്നെയാണ് നമ്മുടെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലും സംഭവിച്ചത്. ആ സംഘത്തിനെ അറിഞ്ഞും അറിയാതെയും ഒന്ന് സ്പർശിക്കാൻ ആരും തയ്യാറായില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ട് പോലും അതിനെ തൊടാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ മൂടിക്കെട്ടുന്ന ചില പ്രവർത്തനങ്ങൾ, ഇത് നമ്മുടെ മാധ്യമങ്ങളാണ് ഇത് തുറന്നു പറയേണ്ടത്. മാധ്യമങ്ങൾ പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇതെവിടെയാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്? ഇത് വേറൊരു വിഭജനത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സീരിയസ് ആണ്. ഒരു വിഭജനം കഴിഞ്ഞ് അതിൻ്റെ വേദന നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇതിനകത്ത് വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് സ്പർദ്ധ കൂട്ടുകയേ ഉള്ളൂ. ഇതിനെന്ത് ന്യായം പറഞ്ഞാലും സ്പർദ്ധ കൂട്ടിക്കൊണ്ട് പോവുകയുള്ളൂ. ഈ ന്യായം പറയുന്നവർ കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കൾ പറയുകയാണ്, ഇതൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഒരു മതവിഭാഗത്തിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രത്യേക ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് കുറ്റം പറയാനാണ് പല കോൺഗ്രസ് നേതാക്കളും അവിടെ ശ്രമിച്ചതെന്നുള്ളതാണ്. ഇതിലെ സത്യം കണ്ടെത്താനല്ല, ഇതിലെ കുഴപ്പം കണ്ടെത്താനല്ല, പിന്നെ അവർക്ക് എങ്ങനെ നോർത്ത് ഇന്ത്യയിൽ വോട്ട് കിട്ടും? പിന്നെ അവരെങ്ങനെ സംവരണം ബില്ലിന് അവിടെ കൂടുതൽ പ്രൊപ്പോർഷൻ വരുന്നതിന് അനുകൂലിക്കും? അല്ല, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഇത്തരക്കാർക്കെതിരെ ശബ്ദമുയർത്തിയാൽ, ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ ന്യൂനപക്ഷങ്ങളാകെ തങ്ങൾക്കെതിരെ തിരിയും എന്ന തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത്. ആ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് അവർ ഭൂരിപക്ഷത്തിൽ നിന്നും എന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, വേറൊരു കാര്യം കൂടി നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും ഇത്തരക്കാരല്ല എന്നുള്ളതാണ്. അതിൽ വളരെ ചുരുങ്ങിയ കുറച്ച് പേരാണ് ഇത്തരത്തിലുള്ള ക്ഷുദ്ര പ്രവർത്തനങ്ങൾ നടത്തി എല്ലാവരെയും. അതിനകത്ത് വേറെ കാര്യമുണ്ട് ലിയോ. അതായത് ഇപ്പം ഞാൻ TCSന്റെ സംഭവം പറഞ്ഞ എന്താണ്, അവിടെ 10 പേരായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് നിശബ്ദരായി? ഇതേ സംഭവം ന്യൂനപക്ഷങ്ങൾക്കിടയിലും സംഭവിക്കുന്നുണ്ട്. മര്യാദക്കാരന് ഒത്തിരി പേരുണ്ട്, പക്ഷെ അവന് മിണ്ടാൻ പറ്റുന്നില്ല. എനിക്കിത് തെറ്റാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ മുസ്ലിം തീവ്രവാദത്തെയും മതമൗലികവാദത്തെയും എതിർത്തിരുന്ന വലിയ ചില പ്രൊഫസർമാർ, നേതാക്കന്മാർ ഇന്ന് മിണ്ടുന്നില്ല.
അവർ ട്യൂൺ മാറ്റി പറഞ്ഞു തുടങ്ങി. അവരുടെ പേര് ഞാൻ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, നല്ല മനുഷ്യരാണ്, മഹത്വത്തിൻ്റെ പര്യായങ്ങളായ ചില വ്യക്തിത്വങ്ങളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വളരെ വർഷങ്ങൾ അധ്യാപകരായിരുന്നവരാണ്. പക്ഷെ അവർക്ക് പോലും ഇപ്പം കോംപ്രമൈസ്ഡ് ടോക്കിലേക്ക് വരേണ്ടി വരുന്നു. ആ കോംപ്രമൈസ്ഡ് ടോക്കിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? മതഭീകരവാദം നമ്മളെ കൊങ്ങയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ശബ്ദിക്കാൻ കഴിയുന്നില്ല. ശബ്ദിച്ചാൽ കുഴപ്പം വരും. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതുതന്നെയാണ് കാരണം. ഇതിപ്പോൾ ഈ അധ്യാപകൻ്റെ കൈവെട്ടിയ ഭീകര സംഘടനയാണെങ്കിലും അവരൊക്കെ പേര് മാറ്റി മറ്റു തരത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോഴും ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് വളരെ ഇത്തരത്തിലുള്ള സംഘടനകളെ അകറ്റി നിർത്താനുള്ള ആർജവം, നട്ടെല്ല്, ധൈര്യം, ആത്മാർത്ഥത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടാകണം. അത് വി ഡി സതീശനായാലും പിണറായി വിജയനായാലും ആ ഒരു ആർജവം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നുവോ അന്ന് മാത്രമേ നാട് നന്നാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇവരെ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അത് ദേശീയ പാർട്ടികൾ ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യണം. കോൺഗ്രസ് എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ അകന്നു പോകുന്നു അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അവർ വനിതാ സംവരണ ബില്ലിനെ എതിർത്തുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രശ്നം പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ എന്ത് പ്രശ്നം? 20 സീറ്റുള്ള കേരളത്തിന് 30 സീറ്റ് കിട്ടുന്നു, 39 സീറ്റുള്ള തമിഴ്നാടിന് 59 കിട്ടുന്നു. അതിന് അവർക്ക് യാതൊരു വിഷമവുമില്ല. 80 സീറ്റുള്ള യു പിക്ക് 125 ആവുന്നു, പ്രശ്നമാണ്. 40 സീറ്റുള്ള ബീഹാർ 60 ചില്ലാനാവുന്നു, പ്രശ്നമാണ്. അതെന്താ കാര്യം? അപ്പോൾ എനിക്ക് വോട്ടില്ലാത്തടത്ത് സീറ്റ് കൂട്ടരുത്, എനിക്ക് വോട്ടുള്ളിടത്ത് സീറ്റ് കൂടണം. ഇതിങ്ങനെ പോയാൽ ഇത് എവിടെ? കുറച്ച് നാൾ കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യ ഇവർക്ക് നഷ്ടപ്പെടും. ഈ പോക്ക് പോയാൽ സൗത്ത് ഇന്ത്യയിലും ഇവർ നഷ്ടം സഹിക്കാനായിട്ട് തയ്യാറാകേണ്ടി വരും. അപ്പോൾ അന്ന് പിന്നെ എവിടെ പോകും? ഏത് പെർസെൻറ്റേജ് പറയും? ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷൻ നമ്മുടെ ഭരണഘടനയിലില്ലേ? ഇവർ ഭരണഘടനയില്ലേ പറയുന്നത്? തെക്കേ ഇന്ത്യയിൽ ഒരു നിയമം, വടക്കേ ഇന്ത്യയിൽ വേറൊരു നിയമം എന്നൊരു സാധനം നമ്മുടെ ഭരണഘടനയില്ല. ഇവിടെ ഒരു പ്രത്യേക പെർസെൻറ്റേജ് കൊടുക്കണം, അവിടെ പ്രത്യേക പെർസെൻറ്റേജ് കൊടുക്കണം, അങ്ങനെ ഒന്നുമില്ല. ഇത് എല്ലായിടത്തും ഞാനതാ പറഞ്ഞത്, ഇമ്പാർഷ്യലായിരിക്കണം എന്ന് പറയുന്ന തത്വം വരേണ്ടത് അവിടെയാണ്. നമ്മളെല്ലായിടത്തും ഇവിടെ 50% കൂട്ടി കൊടുക്കുമ്പോൾ അവിടെ 50% കൂട്ടി കൊടുക്കും. നമ്മളതിനെ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. ഇത് കൊണ്ടുവന്ന ആരാണ്? കോൺഗ്രസ് ആണ്. ഈ 540 എന്ന് പറഞ്ഞത് കൊണ്ടുവന്ന ആരാ? കോൺഗ്രസ് ആണ്. 543. ഇതിൻ്റെ അരഭാഗം കൂടെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് അവർ വിഷമിക്കുന്നത്? ഒരു മാലിന്യവും മോദി അതിനകത്ത് നടത്താൻ പറ്റാത്ത വിധത്തിലല്ലേ ചെയ്യുന്നത്. നിങ്ങൾ 543 വെച്ചതിനെ അതുപോലെ തന്നെ 50% കൂട്ടി വയ്ക്കുന്നു, സ്ത്രീകൾക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം പറയുന്ന ഇവർ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടുന്നുണ്ടോ? TCS സംഭവത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ ഒരു കക്ഷി ഒരു കോൾ അറ്റൻഷൻ മോഷൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നോ? എന്താ കൊണ്ടുവരാത്തെ? അവർക്കതിന് കഴിയില്ല. കാരണം അവർ ഇത്തരത്തിലുള്ള ഛിദ്രശക്തികളുടെ പണം വാങ്ങി അവർ ജീവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ്. അല്ല സാർ, ഇത്രയും വലിയൊരു ശൃംഖലയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഭീകര ശൃംഖലയുടെ ഭാഗമാണ് ഇവർ എങ്കിൽ TCS ഇത് നടക്കാമെങ്കിൽ മറ്റെവിടെയൊക്കെ നടക്കില്ല. TCS നടക്കാമെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് നടന്നു നടത്തുന്നത്, കേന്ദ്ര സെക്രട്ടേറിയറ്റിനകത്ത് നടന്നു നടത്തുന്നത്. കാരണം TCS എന്ന് പറയുന്നത് അത്ര അതാണ് ഞാൻ പറഞ്ഞത്. TCSൻ്റെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ്. ഒരു സ്ഥാപനം കുഴപ്പത്തിലേക്കായത് മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ TCS വിളിക്കുന്നത്. TCS വന്ന് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും സർവേ ഒക്കെ നടത്തിയിട്ട് പറഞ്ഞാൽ തീർന്നു. നിങ്ങളുടെ കേരള അവധിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് TCS പറയുന്നതാണ് ശരിക്കും അവസാനത്തെ വാക്ക്. കാരണം അവർക്കറിയാം മാനേജ്മെൻറ്റ് തിയറി പ്രകാരം കേരള മോദിയെ എങ്ങനെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റണം, അല്ലെങ്കിൽ ഇവിടുത്തെ വേറൊരു കെൽട്രോണിനെ എങ്ങനെ ഒരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റണം. അവരെ എഴുതിയാൽ അവസാനത്തെ വാക്കാണ്. ആ സ്ഥാപനത്തിലാണ് 100%, 100% സ്വർണം എന്ന് പറയുന്നില്ലേ, ആ അവസ്ഥയുള്ള സ്ഥാപനത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. ടീം ലീഡർമാർ, അതിന്റെ HR മാനേജർ. അപ്പൊ എത്ര വലിയ സാമ്പത്തിക ഗുണം ആ HR മാനേജർക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ആലോചിക്കണം. എത്ര വലിയൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ അതിന്റെ എത്രയോ ഇരട്ടി മേന്മ കിട്ടുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് വന്നത്. ഞാൻ ഇവിടെയാണ് FCRAയുടെ കാര്യം പറയുന്നത്. FCRAയുടെ നിയമം 2020 നരേന്ദ്രമോദി പരിഷ്കരിച്ചു. എന്തെന്നറിയാമോ? പരിഷ്കരിച്ചപ്പോൾ അതിനകത്ത് വന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത്, വിദേശത്ത് നിന്ന് വരുന്ന പണം നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ പറ്റണം, നമ്മുടെ ജഡ്ജിമാർക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ കഴിയണം, നമ്മുടെ പാർലമെന്റിലെ MP മാർക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കോ പോകുന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ കഴിയണം. ഇതിനായി ആ നിയമം ഭേദഗതി ചെയ്യുകയാണിത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിനൊരു പ്രത്യേക അക്കൗണ്ട് വേണം, FCRA എന്ന് പറഞ്ഞ അക്കൗണ്ട് ആയിരിക്കണം, അത് SBIയിൽ തന്നെ നടത്തണം. SBIയുടെ മാനേജറെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പണം ഡയറക്റ്റായിട്ട് ഇതുപോലുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പോകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ആ നിയമം ഉണ്ടായിട്ട് അതിന് പലരും വളച്ചൊടിച്ചു.
ഇപ്പോൾ ജഡ്ജിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് നേരിട്ട് കൊടുക്കില്ല. ഇപ്പോൾ വഖഫ് ബോർഡിലെ നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, ലോകത്തെങ്കിലും ഭരണഘടനയുടെ എല്ലാ അർത്ഥത്തിലുള്ള നമ്മുടെ വസ്തു സംരക്ഷിക്കാനുള്ള സേഫ്റ്റിയും കാറ്റിൽ പറത്തിക്കൊണ്ടൊരു നിയമം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന് എങ്ങനെ കഴിഞ്ഞു? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതുപോലത്തെ പണം ആർക്കോ കൊടുത്തിട്ടുണ്ട്. അത് തടുക്കാനാണ് FCRA 2020 നിയമം വന്നത്. ആ നിയമത്തിൽ എന്ത് ചെയ്യുന്നറിയാം, അപ്പം നിങ്ങൾക്ക് SBIയിൽ നിന്ന് നേരിട്ട് പണം കൊടുത്താലേ മാനേജർക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യുന്നറിയാമോ, ഇവിടുന്ന് വേറൊരാൾക്ക് കൊടുക്കും, എന്നിട്ട് അയാൾ വഴി നിങ്ങൾക്ക് തരും. ഒരു കാറ് വാങ്ങിക്കുന്നു, കാറ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരില്ല. നിങ്ങൾ ജഡ്ജിയാണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, സീനിയർ ഉദ്യോഗസ്ഥനാണ്, ചീഫ് സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് കാറ് നേരിട്ട് വാങ്ങിച്ചു തരില്ല. ഒരു കാറ് എനിക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ കുഴപ്പമില്ല, ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു ധർമ്മസ്ഥാപനം വല്ലതും നടത്തും, അതിന് വേണ്ടിയിട്ട് ഒരു കാറ് തരും. ഈ കാറ് ഒരാഴ്ച കഴിയുമ്പോൾ പുത്തനായിട്ട് അതുപോലെ തന്നെ ഞാൻ ഏത് സെക്രട്ടറിക്കാണ്, ചീഫ് സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത് അയാൾക്ക് കൊടുത്തിരിക്കും. ഇത് ചെയ്യുന്നതിനെ തടുക്കാനാണ് ഈ കോൺഫിസിക്കേഷൻ, അതായത് കണ്ടുകെട്ടൽ വന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാറ് കണ്ടുകെട്ടും. കറക്ഷൻ. ആ കണ്ടുകെട്ടുന്നതിനാണ് ഇവിടെ പറഞ്ഞ പള്ളി പിടിച്ചടക്കാനാണെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ വളച്ചൊടിച്ച് നമ്മുടെ എല്ലാ നിയമങ്ങളെയും ലഘൂകരിക്കുമ്പോൾ എന്തുവരുന്നറിയാമോ, ഇത്തരക്കാർക്ക് വിലസാനുള്ള അവസരം കിട്ടുകയും നാട് മുഴുവൻ ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം നമുക്കറിയാൻ നോക്കില്ല. അതെ, നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടർ ഭീകരവാദിയാണെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അവൻ്റെ മുമ്പിൽ വയറും വായും ഒക്കെ തുറന്നു വെച്ച് കൊടുക്കും, എനിക്ക് ഇന്ന അസുഖം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അവൻ ഭീകരവാദിയായിരിക്കും. നമ്മൾ പോകുന്ന സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ, നമ്മൾ വിചാരിക്കുന്ന അയാൾ നമ്മളെ സംരക്ഷിക്കാതിരിക്കുന്നതിനാണ്. പോലീസ് ഓഫീസർ, നമ്മൾ വലിയ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലും, അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ വലിയൊരു തുക വിദേശത്തുനിന്ന് വന്ന് അയാളുടെ വീട്ടിലോ ബാങ്കിലോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇത് തടുക്കണ്ടേ? ഇത് തടുത്തില്ലെങ്കിൽ അയാൾ എന്ത് പറ്റും? ഇവിടെ ഇപ്പം നിദാ ഖാന് പറ്റിയ പോലെ ഇരിക്കും. നിദാ ഖാൻ എന്തുകൊണ്ട് ഈ ജീവനക്കാരെ HR-ന്റെ ഹെഡായിട്ടുള്ള അവരുടെ ജോലിയാണ് ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ 4 വർഷം റേപ്പിന് ഇരയായ, പീഡനത്തിന് ഇരയായ കുട്ടികളെ മതം വേറെ മതത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കാൻ നിർബന്ധിതയാക്കി ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ജോലി അത് സ്ഥാപനത്തിനകത്ത് വെച്ചാൽ നടക്കുന്നത്. ഇത് കിട്ടിയത് എങ്ങനെയാണ്? CCTV പിടിച്ചോണ്ടാ. ഒരു 9 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ മഹാരാഷ്ട്ര പോലീസ് അയച്ചതുകൊണ്ടാണ് ഇത് പറ്റിയത്. ക്ലീനിങ് സ്റ്റാഫായിട്ടും വേഷം മാറി അവര് 6 മാസത്തെ പഠനം നടത്തി ഇതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ക്ലീനിങ് സ്റ്റാഫ് ആകുമ്പം ആരും ശ്രദ്ധിക്കില്ല, വലിയ ഉദ്യോഗസ്ഥരെ മിട്ടുന്നില്ല. അപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് എന്ത് ചെയ്യും? അവരുടെ മുമ്പ് വെച്ച് പീഡനങ്ങളൊക്കെ നടന്നു. എന്നിട്ട് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇവർ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഉൾപ്പെടെ കോൺഫിസിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് അല്പമെങ്കിലും പുറത്ത് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് സംസാരിക്കുന്ന എനിക്കും ലിയോയ്ക്കും അടി കിട്ടും. അതെ, അതാണ് അവസ്ഥ. അല്ല, ഇതിപ്പോൾ വേറൊരു സംഭവം, എനിക്ക് തോന്നുന്നു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും മാധ്യമങ്ങളൊക്കെ ഇതിനെ ഒഴിവാക്കി നിർത്തിയത്. അല്ലല്ല, ഇതിനേക്കാൾ സെൻസിറ്റീവായ വിഷയങ്ങളും ഇവിടെ ആഴ്ചകളോളം ചാനൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് വരുമ്പോൾ അവിടെ പറയുന്ന പോലെയാണ്. നോർത്ത് ഇന്ത്യയിൽ പറയില്ലേ, ഒരു പ്രത്യേക വിഭാഗത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ലോഗൻ പോലെ ഇവിടെ വേറൊരു സ്ലോഗനുണ്ട്. ആ സ്ലോഗൻ പ്രകാരം ചിലർ ചെയ്യുന്ന ദ്രോഹങ്ങളെ ദ്രോഹമാവുള്ളൂ. ഇതൊരു RS-കാരൻ ചാട്ടവാറക്കിട്ട് അടിച്ചെന്നോ എന്തെങ്കിലും ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരിക്കും. ഒരു മുസ്ലിം വനിതയെ ഒരു RS-കാരൻ ചാട്ടവാറിട്ടടിച്ചു എന്നുള്ളതാണ് വിഷയമെങ്കിൽ ഇവിടെ എന്താ അലക്ക്? അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയെ ഒരു കയറ് വെച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ, പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞാലും മതി. പിന്നെ എന്താണ് ഇവിടെ? സ്വാതന്ത്ര്യമില്ല, അത് ഇല്ല, ഇപ്പം തീർന്നു. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് എല്ലാം കാറ്റിൽ പരത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങില്ലേ? അതെ, ഇത് 4 വർഷമായിട്ട് കുറേ പെൺകുട്ടികൾ, വിദ്യാഭ്യാസ യോഗ്യത ഉള്ള പെൺകുട്ടികളെ ജോലി കൊടുക്കാമെന്നും പണം കൊടുക്കാമെന്നും പറഞ്ഞ് മാറ്റി അവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന വിധത്തിൽ കൊണ്ടുവന്ന് മതത്തിൻ്റെ ആചാരങ്ങൾ ചെയ്യിച്ച് കഴിക്കാത്ത ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് കഴിപ്പിച്ച് എല്ലാം മാറ്റിയെടുത്തിട്ടും നിസ്സാരം. അത് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇപ്പോൾ ജോസഫ് സാറിനെ കൈവിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. ജോസഫ് സാറ് അറിയാതെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അബ്ദുള്ള മുഹമ്മദ് എന്നുണ്ട്. അതിനാണ് അദ്ദേഹത്തിൻ്റെ കൈവിട്ടിയത്. ഇന്നിപ്പോൾ ഹരിപ്പാട് അങ്ങോട്ട് നടന്നൊരു കേസ് ഇപ്പോൾ വെളി വന്നിരിക്കുന്നു. ശ്രീകൃഷ്ണൻ മന്തിയുടെ മുന്നിൽ ഹാപ്പി വിഷു, അതൊരു മന്തിക്കടയുടെ പരസ്യം. ഇത് വെച്ചിട്ട് എത്ര വെട്ട് കിട്ടിയേനെ അങ്ങനെ. അപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് നമ്മളല്ലേ. അതെല്ലാം അപ്പം തന്നെ പോലീസ് ഇടപെടുകയും അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കേണ്ടതല്ലേ.
രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുതിരേണ്ടതല്ലേ? ഉം. രാഷ്ട്രീയ പാർട്ടികൾ അതിന് പകരം ന്യായീകരണമായിട്ട് വരുന്ന സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണെന്ന് EMS പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? അതെ, അതിന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പം ബില്ല് വനിതാ ബില്ലിൽ എന്താ ചെയ്തിരിക്കുന്നത്? വനിതാ ബില്ലിൽ മുസ്ലിം സംവരണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയാണ് വലുതെന്ന് പറയുന്ന ഇവർക്ക് ഭരണഘടന അറിഞ്ഞൂടെ? ഭരണഘടനയ്ക്കകത്ത് അങ്ങനെ മറ്റ് മതവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്ന് അറിഞ്ഞൂടെ? ഇത് ഹിന്ദു മതത്തിൽ വളരെ വർഷങ്ങളായി നിന്ന അനാചാരം അവസാനിപ്പിക്കുന്നതിനായിട്ട് 10 വർഷത്തേക്ക് കൊണ്ടുവന്ന ഒരു നിയമമാണ് SC/ST സംവരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ഇത് വീണ്ടും പെരുപ്പിച്ച് പലരിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അതിനുള്ള സംഗതി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കൂടെ കഴിച്ച് പാസ്സാക്കിയാണ് കേട്ടോ. വനിതാ ബില്ല് പാസ്സാക്കില്ല എന്ന് പറഞ്ഞവരടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, മുസ്ലിം സംവരണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് നരേന്ദ്രമോദി പറഞ്ഞാൽ മാത്രം മതി, ഈ ബില്ല് ഇന്ന് 4 മണിക്ക് പാസ്സായിരിക്കും. ഇതാണ് നമ്മുടെ രാജ്യം. ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് ഭൂഷണമാണോ? ഇത് നല്ലതാണോ? ഇത് നമ്മുടെ ജനതയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നു? കേരളം മാത്രമല്ല, കേരളത്തിൽ ഇത് വലുതായിട്ട് വരുന്നു. സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നാസിക് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. അവിടെ വരെ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ടം ഇത്തരം വൈറ്റ് കോളർ ടെററിസത്തിനുള്ള സ്കോപ്പ്, വിദേശ പണം ഇഷ്ടം പോലെ വരാനുള്ള സൗകര്യം ഒക്കെ നടക്കുന്നു. FCRA നിയമം ഘടിപ്പിച്ചാൽ പ്രശ്നമാകും. യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഈ TCS സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ഇൻ്റലിജൻസ് ബ്യൂറോയുണ്ട്, മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡുണ്ട്, NIA ഉണ്ട്. എന്തായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ അങ്ങേത്തട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഇന്ത്യയിൽ എവിടെയൊക്കെ നടക്കുന്നു എന്ന് കണ്ടെത്തുക കൂടി വേണ്ടേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TCS-ൽ ആകാമെങ്കിൽ ഇത്തരത്തിലുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ ഇത് നടക്കുന്നുണ്ടാകണം എന്നുള്ളത് ഒരു ന്യായമായ സംശയമല്ലേ? സംശയമാണ്. പക്ഷെ അത് അന്വേഷിക്കാൻ സമ്മതിക്കില്ല. ഉടനെ ചില പ്രത്യേക മതവിഭാഗത്തിനെ പീഡിപ്പിക്കുന്ന ഈ അന്വേഷണത്തിനെ പറയുന്നത് അതാണ്. ഇത്രയും ഗുരുതരമായി 4 വർഷമായി നിഷ്കളങ്കരായ കുറേ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് പീഡിപ്പിച്ച് മതത്തിൻ്റെ ആചാരങ്ങൾക്ക് വ്യത്യസ്തമായത് വേറെ മതത്തിൻ്റെ ചെയ്യിച്ചുകൊണ്ടിരുന്നിട്ട് കൺവേർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വിധേയമാക്കിയിട്ടും ഇതിൽ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ വരെ പറയുന്നത് എന്താണ്? ഇതൊരു മതവിഭാഗത്തിനെ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ എങ്ങനെ ഇത് അന്വേഷിക്കും? ഈ ജനാധിപത്യത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഏത് നരേന്ദ്രമോദിക്ക് നിൽക്കാൻ പറ്റാതെ വരും. അതെ, മനസ്സിലായില്ലേ? ഇത് കരുത്തെന്ന് പറയുന്നത് ജനങ്ങളുടെ കരുത്താണ്. ഇതെല്ലാം ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ ഇത് കാര്യം നടക്കുള്ളൂ. അദ്ദേഹത്തിന് അത് മാത്രമല്ലല്ലോ ജോലി. ശരിയാണ്. ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ട, ഞാനും നിങ്ങളും അടക്കമുള്ളവർ മുഴുവൻ മനസ്സിലാക്കണം എന്താണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. എന്തിനാണ് FCRA നിയമം കൊണ്ടുവന്നത്? എന്തിനാണ് വിദേശ പണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുമെന്ന് പറയുന്നത്? ഇതുപോലെ വൈറ്റ് കോളർ ടെററിസം ഉണ്ടാകാതിരിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാലും പിന്നെ തിരിച്ച് TV കൂടെ പിറ്റേ ദിവസം ചാനൽ ഡിസ്കഷൻ വരികയാണ്. FCRA പള്ളി വിളിക്കാനാണ്, പള്ളി പിടിച്ചടക്കാനാണ് എന്ന് പറഞ്ഞാൽ അതോടെ പോയില്ലേ? ഇത് മനസ്സിൽ കയറിയാൽ പിന്നെ ആരെങ്കിലും ഇത് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ? എൻ്റെ പള്ളി വിളിക്കാനാണോ FCRA നിയമം? എന്നാൽ പിന്നെ ഇനി ഒന്നും കേൾക്കണ്ട. അതെ, ലിയോയും മിണ്ടണ്ട, വേറെ ആരും മിണ്ടണ്ട, മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്? അതെ. ഈ വനിതാ ബില്ല് മാത്രം നിങ്ങൾ എടുത്താൽ മതി. എന്തുകൊണ്ട് ഇത് സമ്മതിക്കുന്നില്ല എന്നൊറ്റ കാരണം മതി. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ മഹാരാജ്യം വളരെ ശക്തമായൊരു വെല്ലുവിളിയാണ് ഈ ഒരു സംഭവത്തിലൂടെ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ നേർക്കുനേർ നിന്ന് അടിച്ചു തോൽപ്പിക്കാൻ സാധിക്കാത്തവർ ഭീകരവാദികളുടെ സഹായത്തോടെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി അകത്ത് നിന്ന് അന്തഛിദ്രമുണ്ടാക്കി തമ്മിലടിപ്പിച്ച് രാജ്യത്തെ തകർക്കാൻ നോക്കുന്നു. സ്ഫോടനങ്ങളുണ്ടാക്കി നമ്മുടെ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള നീച ജന്മങ്ങളെ കണ്ടെത്തി ഒറ്റപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ആ ശിക്ഷ ഏറ്റവും തക്കതായിരിക്കണം. രാജ്യസുരക്ഷയെ, ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന, നമ്മുടെ ജനങ്ങളുടെ ജീവിതം പിച്ചി ചീന്തിയെറിയുന്ന ഭീകര ശക്തികളെ വളരെ വളരെ ധീരമായ ചുവടുവയ്പ്പുകളോടുകൂടി നേരിടുക തന്നെ വേണം. ഒന്ന്
ചർച്ചയിൽ പലകുറി ആവർത്തിച്ചൊരു കാര്യം, TCSൽ നടക്കാമെങ്കിൽ മറ്റ് പലയിടത്തും ഇത് നടക്കുന്നുണ്ടാകണം. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇനിയുള്ള ശ്രമം അത്തരത്തിലുള്ള സംഘങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് നാമാവശേഷമാക്കിയില്ല എങ്കിൽ ഇവരുടെ ആക്രമണം ഇനിയും ഉണ്ടാകും. ഇവിടെ ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടാകാൻ പാടില്ല. ശക്തമായ തക്കതായ നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഭീകരർക്ക് അത് ഒരു ഉത്സാഹം പകരുന്ന, ഊർജം പകരുന്ന ഒരു നടപടിയായി മാറും. അത് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വളരെ നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.